ഹലോ, എൻ്റെ പേര് അഖില. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് വളർത്തുന്ന ഒരുപാട് ആൾക്കാർക്ക് അതിൻ്റെ കെയർ, അതിൻ്റെ പോട്ടിങ്, അതിനകത്ത് കൊടുക്കേണ്ട വളങ്ങൾ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ഒരുപാട് വെറൈറ്റി കളേഴ്സും അതിൻ്റെ സീഡ്ലിങ്സും ഒക്കെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓർക്കിഡ്സ് വാങ്ങുന്ന ഒരുപാട് ആൾക്കാർക്ക് പ്ലാന്റ് ഏത് രീതിയിൽ നടണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഗ്രോത്തിൽ കിളിച്ച് വരണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്ത് കൊടുക്കണം, അതൊക്കെയാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഇപ്പം ഒരുപാട് ആൾക്കാർ ഓർക്കിഡ്സ് ഇപ്പോൾ വാങ്ങാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ ആയാലും സീഡ്ലിങ്സ് ആയിരിക്കും വാങ്ങുന്നത്, അതായത് തൈകൾ. അപ്പം ഒരു മീഡിയം ടൈപ്പ് തൈകൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ ഒരു പ്ലാന്റ് ഒന്ന് മെച്യൂർഡായി അത് നല്ല രീതിയിൽ നമുക്ക് ഫ്ലവേഴ്സ് തരത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു 1.5 വർഷത്തോളം എടുക്കും ഒരു പ്ലാന്റ് നല്ല രീതിയിൽ ഒന്ന് മെച്യൂർഡായി നല്ല രീതിയിൽ ഗ്രോത്തിൽ വന്ന് പ്ലാന്റ് ഫ്ലവറിങ് ആയിട്ട് വരത്തുള്ളൂ. അപ്പം ഈ ഒരു പ്ലാന്റ് നല്ല രീതിയിൽ ഗ്രോത്തിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന കുഞ്ഞു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ എത്ര ഓർഗാനിക് കൊടുത്താലും കുറച്ച് കെമിക്കലൂടെ കൊടുത്താൽ മാത്രമേ പ്ലാന്റ് പെട്ടെന്ന് ഗ്രോത്തിൽ വരുത്തുള്ളൂ കേട്ടോ. നമ്മുടെ ഗ്രീൻ കെയർ, അതായത് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഗ്രീൻ കെയർ ആഴ്ചയിൽ 1 ലിറ്റർ വെള്ളത്തിൽ ചെറിയൊരു സ്പൂൺ, ഐസ്ക്രീമിൻ്റെ സ്പൂണിനകത്ത് എടുത്തിട്ട് നമ്മൾ ആഴ്ചയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഗ്രോത്തിൽ വരും. അപ്പം ഇതുപോലുള്ള ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്സ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വളം ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ കുറേ അവൈലബിൾ ആയിട്ടുള്ള ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്സ് ആണ് കേട്ടോ. ഒരു 1 ഇയർ ഏജിലുള്ള സീഡ്ലിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ദാണ്ട് ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അടിച്ചിരുന്നാൽ മതി. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരാം. ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 15 കളേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇത് കോംബോ ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത്. 10 കളറിൻ്റെയും അതുപോലെ തന്നെ 15 കളറിൻ്റെയും കോംബോയാണുള്ളത് കേട്ടോ. 10 കളറിന് നമുക്ക് 1100 രൂപയും 15 കളറിന് 1650 രൂപയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് കാണുമ്പോഴേ മനസ്സിലാവും നല്ല ഹെൽത്തി ആയിട്ടുള്ളതും അറ്റ്ലീസ്റ്റ് ഒരു 3 ഷൂട്ടൊക്കെ ഉള്ള പ്ലാന്റാണ് നമ്മളിപ്പം സെയിലിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു 3 മന്തിനുള്ളിൽ ഫ്ലവേഴ്സ് തരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. ഒരു 1 ഇയർ ഏജ് ഉള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ് നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട മെയിൻ ഒരു വളം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്നീ മിറാക്കിൾ ഗ്രോത്ത് അല്ലെങ്കിൽ ഗ്രീൻ കെയർ, ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഗ്രീൻ കെയർ. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ കൊടുക്കുക, ആഴ്ചയിൽ കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് പെട്ടെന്ന് നല്ല ഗ്രോത്ത് ആവും, നല്ലതുപോലെ ഫ്ലവേഴ്സും വന്ന് തുടങ്ങും. പിന്നെ നമ്മുടെ പ്ലാന്റിൻ്റെ റൂട്ടൊക്കെ നല്ല കരുത്തോടുകൂടി വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓർഗാനിക്കായിട്ട് ചെയ്തു കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കറ്റാർവാഴ ഉണ്ടല്ലോ, പ്ലാന്റൊക്കെ പെട്ടെന്ന് നല്ല കരുത്തോടുകൂടി വരാനും അതിൻ്റെ റൂട്ടിനൊക്കെ നല്ല കരുത്ത് കിട്ടാനും ഒക്കെ ചെയ്തു കൊടുക്കുന്നതാണ് ഈ ഒരു വളം. നമ്മുടെ കറ്റാർവാഴയും കുറച്ച് തേങ്ങാവെള്ളവും കൂടെ നമുക്ക് മിക്സിയിലിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ അരച്ച കൂട്ട് നമ്മൾ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാക്കിയിട്ട് ഒന്ന് പുളിപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. പുളിപ്പിക്കാതെ വേണമെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഡയലൂട്ട് ചെയ്തിട്ട് ഒന്ന് അരിച്ചിട്ട് നമ്മൾ പ്ലാന്റിൻ്റെ റൂട്ടിലും അതുപോലെ തന്നെ അതിൻ്റെ ലീഫിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഒരിക്കലും അതിൻ്റെ കൂമ്പ് ഭാഗത്ത് വീഴാതെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം വെച്ച് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പ്ലാന്റ് ഗ്രോത്തിൽ വരും. പെട്ടെന്ന് കിക്കീസ് വരാനും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് വരാനും ഒക്കെ സഹായിക്കും. അപ്പം പുളിപ്പിച്ചിട്ടാണ് ഇത് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുന്നതെങ്കിൽ അത് നല്ല രീതിയിൽ നേർപ്പിക്കണം. എന്നിട്ട് വേണം നമ്മുടെ പ്ലാന്റ്സിന് കുറേശ്ശെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഒരിക്കലും അതിൻ്റെ കൂമ്പ് ഭാഗത്ത് വീഴാതെ ഒന്ന് ശ്രദ്ധിക്കുക. പ്ലാന്റ് പ്രത്യേകിച്ച് ചൂട് സമയമാണ്, അഴുകിപ്പോകാൻ സാധ്യത കൂടുതലാണ് കൂമ്പ് ഭാഗത്ത് വീണാൽ കേട്ടോ. പിന്നെ നമ്മൾ സീഡ്ലിങ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് അത് അധികം വെയിൽ കൊള്ളാതെ, പ്രത്യേകിച്ച് എല്ലാ ആൾക്കാർക്കും, അതായത് നമ്മുടെ ഇന്ന് വാങ്ങുന്ന കസ്റ്റമേഴ്സിനൊക്കെ മെയിൻ വരുന്ന ഒരു പ്രശ്നം, അവർ ആദ്യമേ കൊണ്ടുവന്ന് വെയിലത്ത് വെക്കും. അപ്പോൾ അങ്ങനെ വെയിലത്ത് വെക്കും. കാരണം നമുക്കിവിടെ പോളി ഹൗസിൽ ഇരിക്കുന്ന പ്ലാന്റ്സ് ആണ്. പെട്ടെന്ന് അത് വെയിൽ കൊള്ളുമ്പോൾ ആണെങ്കിൽ അതിൻ്റെ ലീഫൊക്കെ പെട്ടെന്ന് മഞ്ഞ ഷെയ്ഡിലാവും, പ്ലാന്റ് അഴുകിപ്പോവാനൊക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഒന്നീ ഷെയ്ഡ് ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ സിറ്റ് ഔട്ടിൽ അങ്ങനെയൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമ്മുടെ അറ്റ്മോസ്ഫിയറായിട്ട് ആ പ്ലാന്റ് ഒന്ന് റെഡിയായി വന്നതിന് ശേഷം പതുക്കെ കൊണ്ട് അത് വെയിൽ കൊള്ളിച്ച് നമുക്ക് എടുക്കാം. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ പ്ലാന്റിന് യാതൊരു കേടുപാട് കൂടാതെ പ്ലാന്റ് നല്ലതുപോലെ ഗ്രോത്തിൽ വരും. പിന്നെ മെയിനായിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ വീട്ടിൽ ഓർഗാനിക്കായിട്ട് ചെയ്യേണ്ട മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെറുപയർ നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ കുറച്ച് ഒരു കൈപ്പിടിയോളം ചെറുപയർ എടുത്തിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ട് അത് ഒന്ന് മുളപ്പിക്കണം.
ഒരു 2 ദിവസം കഴിയുമ്പോൾ നല്ല രീതിയിലൊന്ന് മുളച്ച് വരുന്ന സമയത്ത് അത് മിക്സിയിലിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരയ്ക്കുക. അരച്ചിട്ട് അതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് അരിച്ചിട്ട് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുകയാണെങ്കിലും പ്ലാന്റ് പെട്ടെന്ന് ഫ്ലവേഴ്സും ആവും, അതുപോലെ തന്നെ നല്ലതുപോലെ ഗ്രോത്തിൽ വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് ഓർഗാനിക്കായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് കെമിക്കൽ വാങ്ങിച്ചു കൊടുക്കുന്നതിലൊക്കെ, അതായത് പ്ലാന്റ് ഒന്ന് മെച്യൂർഡ് ആയി കഴിഞ്ഞ് ഒരു 1 year ഒക്കെ കഴിഞ്ഞാൽ ഒരു ഫ്ലവറിങ് ബ്ലൂമിങ് സ്റ്റേജൊക്കെ ആയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓർഗാനിക് വളം കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് ഫ്ലവേഴ്സ് ആവും. നമ്മൾ കെമിക്കൽ കൊടുക്കാതെ തന്നെ അത് നോർമലി അതിന് നമുക്ക് ഫ്ലവേഴ്സ് തന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതുപോലെ ഗ്രീൻ കെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതുകൊണ്ട് അതുപോലെ തന്നെ ഫ്ലവേഴ്സിന് വേണ്ടിയിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ ഒരു ബ്ലൂമിങ് സ്റ്റേജിലായി കഴിഞ്ഞ പ്ലാന്റിന് നമ്മൾ പിന്നെ ഗ്രോത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫ്ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ വളം ഗ്രീൻ കെയർ ഫ്ലവേഴ്സിന് വേണ്ടിയിട്ടുള്ളതുണ്ട്. അത് വാങ്ങിച്ചിട്ട് ഇതുപോലെ 1 ലിറ്റർ വെള്ളത്തിനകത്ത് ഐസ്ക്രീമിൻ്റെ സ്പൂൺ, നമ്മുടെ പ്ലാന്റിൻ്റെ ഗ്രോത്ത് അനുസരിച്ച് ചില പ്ലാന്റ് ചെറുതിലേ നമുക്ക് ബഡ്സ് വന്നു തുടങ്ങും, പിന്നെ ചില പ്ലാന്റ് കുറച്ച് നല്ല മെച്യൂർഡ് ആവും, മീൻസ് നല്ല ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രം അതനുസരിച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് നല്ലതുപോലെ ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ തരും. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ആൾക്കാർ മെയിനായിട്ട് പറയുന്നതാണ് നമ്മളുടെ കയ്യിൽ ഓൾറെഡി കുറേ ഓർക്കിഡ്സ് ഉണ്ട് പക്ഷേ എങ്കിൽ ഫ്ലവേഴ്സ് തരുന്നില്ല എന്ന്. പക്ഷേ നമ്മൾ ഏതൊരു സാധനമാണെങ്കിലും നമ്മൾ നല്ലതുപോലെ അതിനെ കെയർ ചെയ്ത് കൊടുക്കണം. കുറച്ച് വളവും അതിന് വെള്ളവും ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് നമുക്ക് നല്ല രീതിയിൽ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ തരും. പിന്നെ ഈ ഓർക്കിഡ്സ് വാങ്ങുന്ന ഒരുപാട് ആൾക്കാർക്ക് ഉള്ള പ്രശ്നമാണ് പോട്ടിങ്. ഞങ്ങൾ പോട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളുടെ കരിയുണ്ടല്ലോ, നമ്മുടെ കരിക്കകത്താണ് ഈ ഒരു പ്ലാന്റ് പോട്ട് ചെയ്യുന്നത്. പല രീതിയിൽ നമുക്ക് ഓർക്കിഡ്സ് പോട്ട് ചെയ്യാം. ഓടിൻ്റെ പീസ് വെച്ചിട്ട്, അതുപോലെ തന്നെ നമുക്ക് തൊണ്ട് വെച്ചിട്ടും ഒക്കെ പോട്ട് ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ കരിക്കകത്താണ് ഈ ഒരു പ്ലാന്റ് പോട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂട്ടൊക്കെ നല്ല രീതിയിൽ ആ ഒരു കരിക്കകത്ത് ഡിപ്പായി, മീൻസ് നല്ലതുപോലെ കിളിച്ച് വരാനും ഒക്കെ സഹായിക്കും. അപ്പം അങ്ങനെ പോട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതുപോലെ പ്ലാന്റ് ഫ്ലവേഴ്സും തരും, അതുപോലെ തന്നെ പുതിയ പുതിയ കിക്കീസും വരും. പിന്നെ മെയിനായിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റിനകത്ത് നമ്മളിപ്പോൾ ഒരു നഴ്സറിയിൽ നിന്ന് ഒരു പ്ലാന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച മാത്രമല്ല അതിനകത്തുനിന്ന് തൈകളും പൊട്ടണം അല്ലേ. അപ്പോൾ പുതിയ കിക്കീസ് വരാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്ന കുഞ്ഞൊരു ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മളുടെ മുരിങ്ങയില ഉണ്ടല്ലോ, കുറച്ച് മുരിങ്ങയില, ഒരു മിക്സിയുടെ ജാറ് നിറച്ച് മുരിങ്ങയില എടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്ത് ആ ഒരു ജ്യൂസ് കുറച്ച് വെള്ളവും കൂടെ ചേർത്തൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒന്നിടവിട്ട് നമ്മുടെ ഓർക്കിഡ്സിനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു നോക്കി. ഒരു 2 വീക്കിനുള്ളിൽ നമ്മളുടെ പ്ലാന്റിനകത്ത് നിന്ന് പുതിയ കിക്കീസ് വരുന്നത് നമുക്ക് മനസ്സിലാവും. പെട്ടെന്ന് കിക്കീസ് വരാൻ വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു വളമാണ് നമ്മുടെ ഈ ഒരു മുരിങ്ങയില. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. പിന്നെ നമ്മുടെ പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട്, ജസ്റ്റ് അതിലൊരു ഹായ് അടിച്ചിരുന്നാൽ മതി. ഡീറ്റെയിൽസും കാര്യങ്ങളും പ്ലാന്റിൻ്റെ സൈസും ഫ്ലവേഴ്സും ഒക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.